സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 11 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 4, ഷോർട്ട് ലിസ്റ്റ് 2 ഉൾപ്പെടെ 6 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 2, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1, ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 1, പ്രാക്ടിക്കൽ ടെസ്റ്റ് അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർജൻറ്റ് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 717/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർജൻറ്റ് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 716/2022. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഒള്ളി കാറ്റഗറി നമ്പർ 536/2023. ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പട്ടിക വർഗ്ഗക്കാർക്ക് മാത്രമായുള്ള പ്രത്യേക നിയമനം കാറ്റഗറി നമ്പർ 536/2023 എന്ന തസ്തികയുടെ അഭിമുഖം 4/12/2024 9:30 മുതൽ 12 മണി വരെ, 5/12/2024 9:30 എന്നീ തീയതികളിൽ പട്ടത്തുള്ള PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിന് മുന്നോടിയായുള്ള പ്രമാണ പരിശോധന യഥാക്രമം 4/12/2024 തീയതിയിൽ രാവിലെ 7:30 10 മണിക്കും 5/12/2024 തീയതിയിൽ രാവിലെ 7:30 നടത്തുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, ഐഡൻറ്റിറ്റി, ആധാർ എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും സഹിതം പട്ടത്തുള്ള PSC ആസ്ഥാന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് അറിയിപ്പാണ്. പ്രോഗ്രാമർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് NCA LC ബാർ AI വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 725/2023. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ പ്രോഗ്രാമർ NCA LC ബാർ AI വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 725/2023 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രായോഗിക പരീക്ഷ 21/11/2024 തീയതി 10 മണി മുതൽ 12 മണി വരെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അഡ്മിഷൻ ടിക്കറ്റ്, യോഗ്യത തെളിയിക്കുന്ന പ്രമാണങ്ങൾ, കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ തുടങ്ങിയ അഡ്മിറ്റ് കാർഡിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ സഹിതം രാവിലെ 8 മണിക്ക് പ്രസ്തുത സ്ഥാപനത്തിൽ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്. സംശയങ്ങൾക്ക് GR സെക്കൻഡ് C വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 25 46 294. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് TP യൂണിറ്റിലേക്ക് ജൂനിയർ ടൈം കീപ്പർ കാറ്റഗറി നമ്പർ 52/2022. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 58/2023. സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 58/2023 എന്ന തസ്തികയിലേക്ക് 30/10/2024 തീയതിയിൽ പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട അസൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 19/11/2024 തീയതിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈൽ മെസ്സേജ് SMS വഴി നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ആസ്ഥാന ഓഫീസിലെ GR 8 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 25 46 440. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ
ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉള്ളി. കാറ്റഗറി നമ്പർ 102/2023. അടുത്തതൊരു ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. കാറ്റഗറി നമ്പർ 724/2021. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക്. കാറ്റഗറി നമ്പർ 703/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ കാർപ്പൻട്രി. കാറ്റഗറി നമ്പർ 419/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 52 ലിസ്റ്റിലാകെ 229 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 100 പേർ മെയിൻ ലിസ്റ്റിലാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ആസ് എ മാസ്റ്റർ. കാറ്റഗറി നമ്പർ 4/2023. ലീഗൽ മെട്രോളജി വകുപ്പിൽ ജൂനിയർ ആസ് എ മാസ്റ്റർ. കാറ്റഗറി നമ്പർ 4/2023 എന്ന തസ്തികയിലേക്കുള്ള അഭിമുഖം 20/11/2024, 21/11/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ്, വ്യക്തിവിവരക്കുറിപ്പ് അതായത് ബയോഡേറ്റ, അപ്പൻഡിക്സ് 28 എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും സ്ഥലത്തും അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. GR സെക്കൻഡ് B വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712546 അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. ഹെഡ് ഓഫീസിൽ നിന്നും അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള മത്സ്യഫെഡിലേക്ക് അക്കൗണ്ടൻറ്റ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം. കോട്ടയം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST ഒള്ളി. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV. തൃശ്ശൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് ഓവർസിയർ ഗ്രേഡ് സെക്കൻഡ് ഇലക്ട്രിക്കൽ. ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് ഓവർസിയർ ഗ്രേഡ് സെക്കൻഡ് സിവിൽ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്നും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സിറാമിക്സ് ലിമിറ്റഡിലേക്ക് വർക്ക് അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഫിനാൻസ് മാനേജർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് NCA SC വിഭാഗക്കാർക്കായി പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി.
മലപ്പുറം ജില്ലയിലേക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ലൈൻമാൻ. ഹെഡ് ഓഫീസിൽ നിന്ന് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അനലിസ്റ്റ് ഗ്രേഡ് 3. മലപ്പുറം ജില്ലയിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്ന് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഗ്രികൾച്ചറൽ ഓഫീസർ. മലപ്പുറം ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.